പക്ഷി ഔർ ദീപക് എന്ന് പറഞ്ഞ കഥയുടെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ആ കഥ തുടർന്ന് പഠിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊന്നും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, എനിക്ക് നല്ല പ്രചോദനമായിട്ട് മാറുക. കുച്ച് ദിനോന്ത് കേസാഹി ചൽത്താരഹ, കുറച്ച് ദിവസം ഇപ്രകാരം തന്നെ നടന്നുകൊണ്ടിരുന്നു. താഴേക്ക് വരുന്നു, തൂവൽ കൊടുക്കുന്നു, പകരം എന്ത് വാങ്ങിക്കഴിക്കുന്നു? ചിതലുകളെ വാങ്ങിക്കഴിക്കുന്നു. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ, ഒരു ദിവസം അവൻ്റെ അച്ഛൻ ഇത് കണ്ടു. ഉസ്നെ സമച്ചാനെ കി കോശിഷ് കി, അദ്ദേഹം അവനെ സമച്ചാനെ കി, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവനെ ഉപദേശിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു, മനസ്സിലാക്കിക്കാൻ വേണ്ടി ശ്രമിച്ചു. അച്ഛൻ പറഞ്ഞു, മോനെ, ദീമകെ ഹമാര സ്വാഭാവിക് ആഹാർ നഹി ഹെ, ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല. ഔർ ഉൻകെ ലിയെ അപ്പനെ പങ്ക് തോ ഹർഗിസ് നഹീ ദിയേ ജാ സക്തേ, അവയ്ക്ക് വേണ്ടി നമ്മുടെ തൂവലുകൾ ഒരിക്കലും നൽകാൻ പാടില്ല. ഹർഗിസ് നഹീ ദിയേ ജാ സക്തേ, ഒരു കാരണവശാലും ഒരിക്കലും ചിതലുകൾക്ക് വേണ്ടി നമ്മുടെ തൂവലുകൾ നൽകാൻ കഴിയില്ല, നൽകാൻ പാടില്ല. എന്തുകൊണ്ടാണ് പിതാവായ പക്ഷി തൻ്റെ മകനായ നൗജവാൻ പക്ഷിയോട് പറഞ്ഞത്, ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല, അതിനുവേണ്ടി ഒരിക്കലും നമ്മുടെ തൂവലുകൾ നൽകാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതെ, പക്ഷികൾക്ക് പറക്കണമെങ്കിൽ തൂവൽ വേണം. പക്ഷികൾക്ക് അതിൻ്റെ പരിസ്ഥിതിയിൽ കഴിഞ്ഞുകൂടണമെങ്കിൽ, ജീവിക്കണമെങ്കിലും തൂവലുകൾ വേണം. അപ്പോൾ ആ തൂവലുകളാണ്, തൻ്റെ അസ്തിത്വമാണ് ഇവിടെ ആര് നഷ്ടപ്പെടുത്തുന്നത്? നൗജവാൻ പക്ഷി. അത് ആർക്കറിയാം? അതെ, പിതാവിനറിയാം. അതുകൊണ്ട് പിതാവ് പറഞ്ഞു, നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല ചിതലുകൾ, അതിനുവേണ്ടി ഒരിക്കലും തൂവലുകൾ നഷ്ടപ്പെടുത്തരുത്. പക്ഷേ ആ നൗജവാൻ പക്ഷി എന്താ ചെയ്തതെന്ന് നോക്കൂ. ലേക്കിനുസ് നൗജവാൻ പക്ഷീനെ, പക്ഷി ആ യുവാവായ പക്ഷി ബഡേ ഹി ഗർവ് സെ, വലിയ അഹങ്കാരത്തോടെ അഭിമാനത്തോടെ അപ്പനാ മുഹ്, തൻ്റെ മുഖം ദൂസരി ഓർ കർ ലിയ, അഹങ്കാരത്തോടെ തൻ്റെ മുഖം തിരിച്ചു, മറ്റൊരു വശത്തേക്ക് തിരിച്ചു. ദൂസരി ഓർ കർ ലിയ, മുഖം തിരിച്ചു. എന്തിനാണ് മുഖം തിരിക്കുന്നത്? അതെ, അച്ഛൻ പറഞ്ഞത് ഇഷ്ടമായില്ല. നൗജവാൻ പക്ഷി അച്ഛൻ പറഞ്ഞത് ഇഷ്ടമായില്ല, അച്ഛനെ അനുസരിക്കാൻ അവനൊട്ടും താല്പര്യവുമില്ല. അതുകൊണ്ട് ആ നൗജവാൻ പക്ഷി അപ്പനാ മുഹ് ദൂസരി ഓർ കർ ലിയ, മുഖം തിരിച്ചു. ഉസേ ജമീൻ പർ ഉദർ കർ ദീമക് ഖാനെ കി ചട്ട് ലഗ് ഗയി ഥി. എന്താ പ്രശ്നം? ആ പക്ഷിക്ക് നിലത്തിറങ്ങി ചിതലുകളെ തിന്നുന്നതിൽ രസം പിടിച്ചു കഴിഞ്ഞു. ജമീൻ പർ ഉദർക്കർ ദീമക് ഖാനെ കി ചട്ട് ലഗ് ഗയി, ചിതലുകളെ തിന്നുന്നതിൽ അവന് രസം പിടിച്ചു കഴിഞ്ഞു. അബ് ഉസേനത്തോ ദൂസരേ കീടെ അച്ഛേ ലഗത്തെ, ഇപ്പോൾ അവന് മറ്റ് കീടങ്ങളെ ഇഷ്ടമല്ല. നഫൽ അല്ലെങ്കിൽ പഴങ്ങൾ, ന അനാജ് ധാന്യങ്ങൾ, ധാന്യങ്ങൾ അനാജ് കെ ദാനെ, അല്ലെങ്കിൽ ധാന്യമണികൾ അനാജ് കെ ദാനെ. ഇപ്പോൾ അവൻ എന്തൊക്കെ ഇഷ്ടമല്ല? മറ്റ് കീടങ്ങളെയും പഴങ്ങളോ ധാന്യമണികളോ അവന് ഇഷ്ടമല്ല. ഇപ്പോൾ അവന് ഒരേ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ. ക്യായേ? ദീമകൊങ്കു ഖാന. അതും അവന് വളരെ ആസാൻസേ മിൽ ജാത്തയും, വളരെ എളുപ്പം അവന് കിട്ടുന്നു. ഒരു തൂവൽ കൊടുത്താൽ മതി, 2 ചിതലുകളെ കിട്ടും. അലസനായ, പ്രലോഭനത്തിൽ വീഴുന്ന, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവില്ലാത്ത ആ പക്ഷി വണ്ടിക്കാരൻ്റെ, ബൈൽഗാഡിവാലയുടെ പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞു. ഇനി അവന് മറ്റൊന്നും തന്നെ ഇഷ്ടമാകില്ല. അച്ഛൻ പറഞ്ഞത് അവൻ അനുസരിക്കാനൊട്ട് താല്പര്യവും ഇല്ല. ദീമകോങ്ക ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ. മനസ്സിലായോ? ചിതലുകളോടുള്ള താല്പര്യം ഇപ്പോൾ അവനെ കീഴടക്കിയിരിക്കുന്നു. ഹാവി ഹോ ഗയാ ധ, കീഴടക്കി കഴിഞ്ഞു. ചിതലുകൾ എന്ന പ്രലോഭനത്തിനവൻ കീഴടങ്ങിക്കഴിഞ്ഞു. ലേക്കിൻ ഏസേ കേ ദിനോൻ തക് ചലത്തെ, പക്ഷേ എത്ര നാൾ ഇത് നടക്കും? എത്ര നാൾ ഇതവന് തുടരാൻ കഴിയും?
उसके पंखों की संख्या लगातार ഘട്ടത്തി ചലി ഗയി. അവൻ്റെ തൂവലുകളുടെ എണ്ണം ലഗാതാർ ഘട്ടത്തി ചലി ഗയി, തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരുന്നു. ദിവസവും ഓരോ തൂവൽ വെച്ച് കൊടുക്കുകയല്ലേ ഇവിടെ. അതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിലെ തൂവലുകളുടെ എണ്ണം കുറഞ്ഞു വന്നു, തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരുന്നു. അബ് വഹു ഊഞ്ചായിയോം പർ അപ്പനാ സന്തുലൻ സാധ് നഹീ സക്താ ഥാ. ഇപ്പോഴവന് ഉയരങ്ങളിൽ തൻ്റെ സന്തുലനം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സന്തുലൻ സാധ് നഹീ സക്താ ഥാ എന്താണ്? അതെ, സന്തുലനം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പക്ഷിക്ക് പറക്കണമെങ്കിൽ ചിറക് വേണം. ചിറകുകൾ പറക്കാൻ സഹായിക്കുന്നത് തൂവലുകളാണ്. ആ തൂവലുകൾ നഷ്ടമായതോടുകൂടി, തൂവലുകളുടെ എണ്ണം കുറഞ്ഞതോടുകൂടി ഉയരങ്ങളിൽ അവന് നിയന്ത്രണം നിലനിർത്താൻ കഴിഞ്ഞില്ല. ന ബഹുത്ത് സമയത്തേക്ക്, അതുപോലെ തന്നെ ഒരുപാട് സമയം പങ്കുസെ സഹാരാ ദേ സക്തേ ഥേ, ചിറകുകൾ അവനെ സഹായിക്കാൻ കഴിയുമായിരുന്നില്ല, ചിറകുകളെ അവനെ ആശ്രയിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ചിറകുകൾ പെട്ടെന്ന് തളർന്നു പോകും. അതുകൊണ്ട് എന്താ ചെയ്തേ? ആകാശ് യാത്രാക്കെ ദൗരാൻ, ആകാശയാത്രയുടെ സമയത്ത് അവന്, ആ നൗജവാൻ പക്ഷിക്ക് ജൽദി പെട്ടെന്ന് തന്നെ പഹാടി ചട്ടാനും, എവിടെയാണ്? പാറകളിലും, പാറകളുടെ മുകളിലും, പേടോങ്കി ചോട്ടിയ, മരങ്ങളുടെ തുഞ്ചത്തും, ഗുംബദോമോർ ബുർജോംബർ, ഗോപുരങ്ങളിലും താഴികക്കുടങ്ങളിലും. എവിടെയൊക്കെയാണ്? ഗുംബദോം താഴികക്കുടങ്ങൾ, ബുർജോം ഗോപുരങ്ങളിലും, ഹാഫ്തേ ഹുയെ കിതച്ചുകൊണ്ട്, ബൈഠ് ജാനാ പട്ത ഇരിക്കേണ്ടി വന്നു. ആ നൗജവാൻ പക്ഷിക്ക് ഇപ്പോൾ പറക്കാൻ കഴിയില്ല. വളരെ നേരം പറക്കാൻ അവനെ ചിറകുകൾ സഹായിക്കുന്നില്ല. ഉയരത്തിൽ അവൻ്റെ സന്തുലൻ സാധ് നഹീ സക്തി, അവൻ്റെ നിയന്ത്രണം നിലനിർത്താൻ കഴിയുന്നില്ല. കുറച്ച് നേരം പറന്നതിന് ശേഷം അവനിപ്പോൾ പർവ്വതങ്ങളുടെ മുകളിലും, പാറകളുടെ മുകളിലും, മരങ്ങളുടെ തുഞ്ചത്തും, അതേപോലെ തന്നെ ഗോപുരങ്ങളിലും താഴികക്കുടങ്ങളിലും കിതച്ചുകൊണ്ടിരിക്കും. ഹാഫ്തേ ഹുയെ ബൈഠ് ജാനാ പട്ത. ഉസ്കെ പരിവാർ വാലോൻ തഥാമിത്ര, അവൻ്റെ കൂട്ടുകാരും സുഹൃത്തുക്കളും, ഊഞ്ചായിയോംബർ തൈർത്തേ ഹുയെ, ഉയരങ്ങളിൽ പറന്ന്, ആകെ ബഡ് ജാത്ത, മുന്നോട്ട് പോകും. അവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ കുടുംബാംഗങ്ങളും ഉയരങ്ങളിൽ പറന്ന് മുന്നോട്ട് പോകും. വഹു ബഹുത്ത് പിച്ചട് ജാത്ത, അവൻ വളരെ പുറകിലായി പോകും. മനസ്സിലായോ? ഇപ്പോൾ ആ നൗജവാൻ പക്ഷിക്ക് പറക്കാനേ കഴിയുന്നില്ല. പക്ഷേ ഫിർഫി ദീമകോങ്കാ ഷൗക്ക്, ചിതലുകളോടുള്ള അവൻ്റെ താല്പര്യം. ദീമകോങ്കാ ഉസ്കാ ഷൗക്ക്, എന്നിട്ടും ചിതലുകളോടുള്ള അവൻ്റെ താല്പര്യം കം നഹി ഹുവ, കുറഞ്ഞില്ല. അവന് പറക്കാൻ കഴിയുന്നില്ല, ഉയരങ്ങളിൽ പറക്കാൻ കഴിയുന്നില്ല. അവൻ്റെ ചിറകുകൾ അവന് നിയന്ത്രണം നൽകുന്നില്ല. അവൻ്റെ കൂട്ടുകാരും അവൻ്റെ പരിവാർ വാലെ കുടുംബാംഗങ്ങളും ദൂരേക്ക് പറന്ന് പോകുമ്പോൾ ഈ പക്ഷി മാത്രം ഒരുപാട് പിറകിലായി പോവും. എന്നിട്ടും ഈ നൗജവാൻ പക്ഷി എന്ത് ചെയ്യുന്നില്ല? ചിതലുകളോടുള്ള അവൻ്റെ താല്പര്യം കുറയ്ക്കുന്നില്ല, അല്ലെങ്കിൽ താല്പര്യം കുറയുന്നില്ല. ഓക്കെ. दीमकों के लिए गाड़ी वाले को वह अपने पंख തോട് കർ ദേത്താ രഹാ. ചിതലുകൾക്ക് വേണ്ടി വണ്ടിക്കാരൻ അവൻ്റെ തൂവലുകൾ പൊട്ടിച്ച് നൽകിക്കൊണ്ടിരുന്നു, പറിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ചിതലുകൾക്ക് വേണ്ടി അവൻ തൂവലുകൾ നൽകിക്കൊണ്ടേയിരുന്നു. മനസ്സിലായോ? അപ്പോൾ അലസനായ, വിവേകമില്ലാത്ത, തിരിച്ചറിവില്ലാത്ത നമ്മുടെ നൗജവാൻ പക്ഷി സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. ജീവിതം അപകടത്തിലാക്കുന്ന, അല്ലെങ്കിൽ നിലനിൽപ്പില്ലാതാക്കുന്ന അവൻ്റെ ആ പ്രവൃത്തി അവൻ തുടർന്നുകൊണ്ടേയിരുന്നു. ഫിർ ഉസ്നെ സോച്ചാ, എന്നിട്ടവൻ ചിന്തിച്ചു, ആസ്മാൻ മേ ഉഡ്നാഹി ഫിസൂൽ ഹേ, ആകാശത്ത് പറക്കുന്നത് തന്നെ ഫിജൂലെ വെറുതെയാണ്. ആകാശത്ത് പറക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്ത് നേട്ടമുണ്ട്? വഹു മൂർഖോങ്കാ കാം ഹേ, അത് വിഡ്ഢികളുടെ പണിയാണ്, വിഡ്ഢികളുടെ പ്രവൃത്തിയാണ് ആകാശത്തിൽ പറക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നൗജവാൻ പക്ഷി ശരിക്കും ദീമകോം കേലിയെ, ചിതലുകൾക്ക് വേണ്ടി അടിമപ്പെട്ടിരിക്കുകയാണ്.
ചിതലുകളെ ഉപേക്ഷിക്കാൻ അവന് വയ്യ. തൻ്റെ അസ്തിത്വം ഇല്ലാതാകുമെന്നറിഞ്ഞിട്ടും ചിതലുകളോടുള്ള അവൻ്റെ താല്പര്യം കുറയുന്നില്ല. കാരണം അതിന് അവൻ അടിമപ്പെട്ട് കഴിഞ്ഞു. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് അവൻ പറക്കുക എന്ന തൻ്റെ ശൈലി, അല്ലെങ്കിൽ പക്ഷികളുടെ പ്രത്യേകത എന്താണ് പക്ഷികളുടെ പ്രത്യേകത? അവ പറക്കുന്നു. ഇവിടെ ഈ നൗജവാൻ പക്ഷി പറക്കുന്നത് തന്നെ വെറുതെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ലാത്ത പ്രവൃത്തിയാണെന്ന് ചിന്തിക്കുന്നു. അതായത് തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അവൻ മറന്നു കഴിഞ്ഞു. തൻ്റെ സവിശേഷതകളെ നഷ്ടപ്പെടുത്താൻ അവൻ തയ്യാറാണ്. പക്ഷേ ചിതലുകളോടുള്ള താല്പര്യം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറല്ല. ഉസ്കി ഹാലത്തെഹ്ദി, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലും പല ലഹരി വസ്തുക്കൾക്കും അടിമപ്പെടുന്ന യുവതലമുറ ചിന്തിക്കുന്നതും. അവരും എന്താണ് ചിന്തിക്കുന്നത്? തങ്ങളുടെ ആരോഗ്യം അപകടത്തിലാകും, ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാഞ്ഞിട്ടാണോ? അല്ല, അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അവരതിന് അടിമപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അതിനോടുള്ള താല്പര്യം അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ നൗജവാൻ പക്ഷിയുടെയും പ്രവൃത്തി. മനസ്സിലായല്ലോ? ഇനി ബാക്കി നോക്കിയേ. ഉസ്കി ഹാലത്തെ ഹിദ്ദീക്ക്, അവൻ്റെ അവസ്ഥ ഇതാണ്. അബുവഹ ആസ്മാൻ മേ ഉടുഹി നഹി സക്താ ഥ, അവൻ്റെ അവസ്ഥ ഇപ്പോൾ അവൻ എന്താണ്? ആകാശത്ത് പറക്കാൻ തന്നെ കഴിയില്ല. ആസ്മാൻ മേ ഉടുഹി നഹി സക്താ ഥ, വഹ് സിർഫ് ഏക് പേട് സേ ഉടുക്കർ ദൂസരെ പേട് തക് പഹൂഞ്ച് പാത്ത, അവനിപ്പോൾ കേവലം ഒരു മരത്തിൽ നിന്ന് പറന്ന് അടുത്ത മരത്തിൽ വരെ എത്താം. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ഫി കം ഹോത്തി ഗയി, പതുക്കെ പതുക്കെ അവൻ്റെ ഈ ശക്തിയും കുറഞ്ഞു വന്നു. ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് പറന്നു പോകാനുള്ള അവൻ്റെ കഴിവും പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता. ഒരു സമയം വന്നു, അവൻ വളരെ പ്രയാസപ്പെട്ട് മരത്തിൻ്റെ ഒരു കൊമ്പിനോട് ചേർന്ന മറ്റൊരു കൊമ്പിലേക്ക് ചാടി വരും, ഇഴഞ്ഞു വരും. മനസ്സിലായോ? എങ്ങനെയാണ്? ചൽക്കർ നടന്നും, ഫുദക്കർ ചാടിയും എത്തും. മരത്തിൻ്റെ ഒരു കൊമ്പിൽ നിന്ന് അതേ മരത്തിൻ്റെ തന്നെ മറ്റൊരു ശിഖരത്തിലേക്ക്, ഒരു ശിഖരത്തിൻ്റെ തന്നെ മറ്റൊരു ഉപശിഖരത്തിലേക്ക്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് പോലും അവന് നടന്നും ഇഴഞ്ഞും പോകേണ്ട അവസ്ഥ വന്നു ചേർന്നു. ലേക്കിൻ ദീമഗ് ഖാനെ കാ ഷൗക്ക് നഹീം ചൂട്ട, പക്ഷേ ചിതലുകളെ തിന്നാനുള്ള താല്പര്യം അവൻ ഉപേക്ഷിച്ചില്ല, താല്പര്യം അവൻ വിട്ടില്ല. ബീച്ച് ബീച്ചുമേ ഗാഡിവാല ബുത്താ ദേ ജാത്ത, ഇടയ്ക്കിടയ്ക്ക് വണ്ടിക്കാരൻ കബളിപ്പിക്കും. ബുത്താദേന, കബളിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് വണ്ടിക്കാരൻ നൗജവാൻ പക്ഷിയെ കബളിപ്പിക്കും, പറ്റിക്കും. വഹ് കഹി നസർ മേ നാത്ത, അയാളെ എങ്ങും കാണാൻ കഴിയില്ല. പക്ഷി ഉസ്കെ ഇന്തസാർ മേ ഖുൽത്താ രഹത്ത, പക്ഷി അയാളെ കാത്തുരുകിയിരിക്കും. വേദനയോടെ ഉരുകി ഉരുകി ആ പക്ഷി ആ വണ്ടിക്കാരനെ കാത്തിരിക്കും. വണ്ടിക്കാരൻ കൂടെ ഇപ്പോൾ നമ്മുടെ നൗജവാൻ പക്ഷിയെ കബളിപ്പിക്കും. നോക്കൂ. ലേക്കിൻ ദീമഗോങ്ക ഷൗക് ജോ ഉസേധ, പക്ഷേ ചിതലുകളോടുള്ള താല്പര്യം ഇപ്പോഴും അവനുണ്ട്. ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു. മേ ഖുദ് ദീമഗേൻ ഢൂണ്ടൂങ്ക, ഞാൻ സ്വയം ചിതലുകളെ കണ്ടെത്തും. ഇസ്ലിയെ വഹ് പേട് പർസേ ഉദർക്കർ, അങ്ങനെ അവൻ മരത്തിൽ നിന്നിറങ്ങി ജമീൻ പർ ആ ഗയാ, തറയിലേക്ക് വന്നു. ഔർ ഖാസ് കെ ഏക് ലഹരാത്തേ ഗുച്ഛേമേം, എന്നിട്ടവൻ എന്ത് ചെയ്തു? പുല്ലിൻ്റെ ലഹരാത്തേ ഗുച്ഛേമേം, നല്ല പച്ച നിറത്തിലുള്ളൊരു പുൽത്തകിടിയിൽ സിമട്ട് കർ ബൈട്ട് ഗയാ, ചുരുണ്ടുകൂടിയിരുന്നു. അപ്പോൾ വണ്ടിക്കാരൻ പറ്റിക്കാൻ തുടങ്ങിയപ്പോൾ നൗജവാൻ പക്ഷി തീരുമാനിച്ചു, ഇനി എന്തായാലും സ്വയം ചിതലുകളെ കണ്ടെത്താം. അതിനുവേണ്ടി അവൻ മരത്തിൽ നിന്ന് താഴേക്കിറങ്ങി. എന്നിട്ട് ഒരു കുറ്റിക്കാട്ടിലെ പുല്ലിൻ്റെ പച്ചപ്പാർന്നൊരു ഗുച്ഛേമേം, കുറ്റിക്കാട്ടിൽ സിമട്ട് കർ ബൈട്ട് ഗയാ, ഒളിച്ചിരുന്നു, ചുരുണ്ടുകൂടിയിരുന്നു.
ഫിർ ഏക് ദിൻ ഉസ് പക്ഷി കി ജി മേ ന മാലൂം ക്യാ ആയാ. പക്ഷേ ഒരു ദിവസം ആ പക്ഷിയുടെ മനസ്സിൽ എന്താണ് തോന്നിയതെന്നറിയില്ല, എന്തോ ഒരു വിചാരം ആ പക്ഷിയുടെ മനസ്സിലൂടെ കടന്നുപോയി. വഹ് ഖൂബ് മെഹനത്ത് സേ ജമീൻ മേ സേ ദീമകേം ചുൻ ചുൻകർ. അവൻ വളരെ അധ്വാനിച്ച്, ഖൂബ് മെഹനത്ത് സേ വളരെ അധ്വാനിച്ച്, ജമീൻ മേ സേ തറയിൽ നിന്ന്, ദീമകേം ചിതലുകളെ, ചുൻ ചുൻകർ ചിതലുകളെ അവൻ എന്ത് ചെയ്തു? അവൻ വളരെ അധ്വാനിച്ച് തറയിൽ നിന്നും ചിതലുകളെ പെറുക്കിയെടുത്ത് ഖാനേക്കെ ബജായ് തിന്നുന്നതിന് പകരം ഇക്കട്ടാ കർണേ ലഗാ ശേഖരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പറഞ്ഞത് ആ പക്ഷിയുടെ മനസ്സിൽ എന്താണ് തോന്നിയതെന്നറിയില്ല. ചിതലുകളെ കണ്ടെത്തിയിട്ട് അവൻ കഴിക്കുകയല്ല ചെയ്തത്, അതിനു പകരം അതിനെ ഇക്കട്ടാ കർണേ ലഗാ കളക്ട് ചെയ്യാൻ തുടങ്ങി, ശേഖരിക്കാൻ തുടങ്ങി. അബ് ഉസ്കെ പാസ് ദീമകോങ്കെ ഠേർ കെ ഠേർ ഹോ ഗയാ. ഇപ്പോൾ അവൻ്റെ കയ്യിൽ ചിതലുകളുടെ കൂമ്പാരം തന്നെയുണ്ട്. ദീമകോങ്കെ ഠേർ കെ ഠേർ, വലിയ കൂമ്പാരമായി തീർന്നു. ഫിർ ഏക് ദിൻ എകായക് വഹ് ഗാഡി വാല ദിഖായി ദിയ. പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് ആ വണ്ടിക്കാരനെ കണ്ടു. പക്ഷി കോ ബഡി ഖുഷി ഹുയി. ആ പക്ഷിക്ക് വലിയ സന്തോഷം തോന്നി. ഉസ്നെ പുകാർ കർ കഹ. അവൻ ആ വണ്ടിക്കാരനെ വിളിച്ചു. ഗാഡി വാലേ, ഓ ഗാഡി വാലേ, വണ്ടിക്കാരാ, ഓയ് വണ്ടിക്കാരാ, മേ കബ് സേ തുമാരാ ഇന്തസാർ കർ രഹാ ഥാ. ഞാൻ എപ്പോഴേ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വണ്ടിക്കാരൻ നൗജവാൻ പക്ഷിയെ കബളിപ്പിച്ചത്, അല്ലെങ്കിൽ അവനെ ശ്രദ്ധിക്കാതെ പോവാൻ തുടങ്ങിയത്? അതെ, പക്ഷിയുടെ ശരീരത്തിലെ തൂവലുകളെല്ലാം തീർന്നു അല്ലേ? ഇനി അവനുമായിട്ടൊരു കച്ചവടം ഉണ്ടോ? ഇല്ല, കച്ചവടത്തിനുള്ള സാധ്യത തീർന്നു. അതുകൊണ്ട് അവനെ ഉപേക്ഷിച്ചു. നമ്മളും അങ്ങനെയാണ്. നമുക്ക് വേണ്ടാത്ത ആഹാരങ്ങൾ കഴിച്ചും അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും നമ്മുടെ കയ്യിലുള്ള പണമോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഉപേക്ഷിക്കും. അതുപോലെ നൗജവാൻ പക്ഷിയെയും ഈ ഗാഡിവാല എന്ത് ചെയ്തു? അവോയ്ഡ് ചെയ്തു. പക്ഷേ ഇപ്പോൾ അയാളെ വീണ്ടും കണ്ടു. അയാളെ വിളിച്ചു, നൗജവാൻ പക്ഷി അയാളെ വിളിച്ചു. പഹച്ചാനി ആവാസ് സുൻകർ. പരിചിതമുള്ള ശബ്ദം കേട്ട് ഗാഡിവാല രുക്കുകയാ, വണ്ടിക്കാരൻ നിർത്തി. തബ് പക്ഷീനെ കഹ. അപ്പോൾ പക്ഷി പറഞ്ഞു, ദേഖോ മേനെ കിത്തനി സാരി ദീമകേം ജമാ കർ ലി ഹേ. നോക്കൂ, ഞാൻ എത്രയധികം ചിതലുകളെയാണ് ശേഖരിച്ചിരിക്കുന്നത്. ആ പക്ഷി ബൈൽഗാഡി വാലേസെ കഹ, വണ്ടിക്കാരനോട് പറഞ്ഞു, നോക്കൂ, ഞാൻ എത്രയധികം ചിതലുകളെയാണ് ശേഖരിച്ചിരിക്കുന്നത്. ഗാഡി വാലേക്കോ പക്ഷി കി ബാത് സമച്ച് മേ നഹി ആയി. പക്ഷേ വണ്ടിക്കാരന് പക്ഷിയുടെ സംസാരം, പക്ഷി പറഞ്ഞത് മനസ്സിലായില്ല. ഗാഡി വാലേക്കോ പക്ഷി കി ബാത്ത് സമച്ച് മേ നഹി ആയി. ആ വണ്ടിക്കാരന് പക്ഷി പറഞ്ഞത് മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്തന കഹ. അവൻ ഇത്ര മാത്രം പറഞ്ഞു. ആ വണ്ടിക്കാരന് പക്ഷി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. അയാൾ ഇത്ര മാത്രം പറഞ്ഞു. എന്താണ് അയാൾ പറഞ്ഞത്? തോ മേം ക്യാ കരും. അതിന് ഞാനെന്തു വേണം? ഞാൻ നോക്കൂ വണ്ടിക്കാരാ, ഞാൻ വളരെയധികം ചിതലുകളെ ശേഖരിച്ചിരിക്കുന്നു. വണ്ടിക്കാരൻ എന്താണ് മറുപടി പറഞ്ഞത്? അതിന് ഞാനെന്തു വേണം? ആ പക്ഷി പറഞ്ഞു, ഏ മേരി ദീമകേലേലോ. ഈ ചിതലുകളെ നീ എടുക്കൂ. മേരെ പങ്ക് മുച്ചേ വാപ്പസ് കർദോ. എൻ്റെ തൂവലുകൾ എനിക്ക് തിരിച്ചു തരൂ. പക്ഷീനെ ജവാബ് ദിയ. ആ പക്ഷി ഉത്തരം നൽകി, ഈ ചിതലുകളെ എടുത്തോളൂ, എൻ്റെ തൂവലുകൾ എനിക്ക് തിരിച്ചു തരൂ. പക്ഷി ഇവിടെ തൻ്റെ അസ്തിത്വം തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഗാഡിവാല ഠഡാക്കർ ഹസ്ബഡ, പൊട്ടിച്ചിരിച്ചു. ഠഡാക്കർ ഹസ്ബഡ. ഗാഡിവാല, വണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചു. ഉസ്നെ കഹ, അവൻ പറഞ്ഞു, ബേവക്കൂഫ്, വിഡ്ഢി, മേൻ ദീമകോങ്കെ ബദലെ പങ്ക് ലേത്താഹു. ഞാൻ ചിതലുകൾക്ക് പകരം തൂവലുകൾ വാങ്ങും. പങ്ക് കെ ബദലെ ദീമകിനെയും. തൂവലുകൾക്ക് പകരം ചിതലുകളെ വാങ്ങാറില്ല. ഗാഡിവാലേനെ പങ്ക് ശബ്ദ പർ ബഹുത്ത് സോർ ദിയാ ഥാ. വണ്ടിക്കാരൻ തൂവൽ എന്ന വാക്കിന് കൂടുതൽ ഊന്നൽ നൽകിയാണ് പറഞ്ഞത്. ഗാഡിവാല ചലാ ഗയാ. വണ്ടിക്കാരൻ അവിടെ നിന്ന് പോയി. പക്ഷി ചട്പടാക്കർ രഹ് ഗയാ. പക്ഷി പിടച്ചുകൊണ്ടിരുന്നു.
ഛട്പടാക്കർ രഹ് ഗയാ, അവൻ വേദനിച്ചു, നിസ്സഹായനായി തീർന്നു ആ പക്ഷി. ഏക് ദിനേക്ക് കാലി ബില്ലിയായി, ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്നു. അപ്പനെ മുഹുമേ ഉസേ ദബാക്കർ, തൻ്റെ വായിൽ അവനെ ഒതുക്കി അമർത്തി, ചലീഗൈ, അവിടെ നിന്ന് പോയി. ഒരു ദിവസം ഒരു കരിമ്പൂച്ച വന്ന് തൻ്റെ വായിൽ അതിനെ കടിച്ചു പിടിച്ചു കൊണ്ടുപോയി. തബുസ് പക്ഷി കാ ഖൂൻ, അപ്പോൾ ആ പക്ഷിയുടെ രക്തം ടപക് ടപക് കർ, അപ്പോൾ ആ പക്ഷിയുടെ രക്തം ഇറ്റിറ്റ് നിലത്ത് വീണുകൊണ്ടിരുന്നു. ജമീൻ പർ ബൂന്തോങ്കി ലക്കീർ ബനാ രഹാ ഥാ, നിലത്തവൻ്റെ രക്തത്തുള്ളികൾ കൊണ്ടൊരു ലക്കീർ, ഒരു വര തീർക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? ആ പക്ഷിയെ ഒരു കരിമ്പൂച്ച കടിച്ചെടുത്തുകൊണ്ട് പോയി. അവൻ്റെ ശരീരത്തിൽ നിന്ന് തുള്ളിത്തുള്ളിയായി വീണ രക്തം അവിടെ തറയിൽ രക്തത്തുള്ളികളുടെ ഒരു വര തീർത്തു. ഇതാണ് നമ്മുടെ കഹാനി. വളരെ പ്രതീകാത്മകമായിട്ടുള്ള വലിയ വലിയ ആശയങ്ങളുള്ള, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നൊരു കഹാനിയാണ് മുക്തിബോധിൻ്റെ പക്ഷി ഔർ ദീമക്.